ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് അഞ്ജിത കെ മനോജ്. ഞാൻ MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. ഞാനിവിടെ മെയിനായിട്ട് ക്ലാസ് എടുക്കുന്നത് FSOയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ടോപ്പിക്ക് വരുന്നത് ന്യൂട്രീഷൻ ബയോകെമിസ്ട്രി ആണ്. ന്യൂട്രീഷൻ ബയോകെമിസ്ട്രിയിൽ ഇന്ന് ഞാൻ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ എന്നിവയെ പറ്റിയിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതിൽ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ. ന്യൂട്രിയൻസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്. ഇത് മൂന്നാണ് മാക്രോ ന്യൂട്രിയൻസിന്റെ അണ്ടറിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വളരെ കുറച്ച് എങ്കിലും എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസും മിനറൽസും. ഈ 5 ന്യൂട്രിയൻസും നമ്മുടെ ബോഡിക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ ബോഡിക്ക് വളരാനും അതായത് ഗ്രോത്തിനും റിപ്പയറിനും പിന്നെ സെൽ ഡെവലപ്മെന്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 5 ന്യൂട്രിയൻസും. 5 ന്യൂട്രിയൻസും അതിന്റെ കൃത്യ അളവിൽ നമ്മുടെ ബോഡിയിൽ വേണം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ് ആൻഡ് ഫാറ്റ്സ്, പ്രോട്ടീൻസ്. ഇത് മൂന്നാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ എനർജി സോഴ്സ് ആണ്. അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ട 70% എനർജി നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഈ 3 ആറ്റം വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമുക്ക് 4 കിലോ കലോറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഈ കാർബോഹൈഡ്രേറ്റ് എത്തിക്കഴിയുമ്പോൾ അതിനെ മെയിൻ ആയിട്ട് ബോഡി ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഇനി അഥവാ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ അത് ബോഡി ലിവറിൽ ഗ്ലൈക്കജന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യും. ആനിമൽസിന്റെ അതേപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിലൊക്കെ അതിന്റെ ലിവറിൽ ഗ്ലൈക്കജന്റെ ഫോമിലാണ് എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചിന്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഗ്ലൈക്കജനും സ്റ്റാർച്ചും ഒരു എനർജി റിസർവെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് കുറയാണ്, നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് നടത്തുക, അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഈ ഗ്ലൈക്കജൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അങ്ങനെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ലെവല് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അതർ ബയോകെമിക്കൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിയിക് ആസിഡ് ഈ ബയോകെമിക്കൽ കോമ്പൗണ്ട്സിന്റെ സിന്തസിസിന് കാർബൺ ആറ്റം സപ്ലൈ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് DNA, RNA. DNA, RNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീനിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമാണ് DNA, RNA എന്ന് പറയുന്നത്. ഈ DNA, RNAയുടെ ഒക്കെ സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഡിവിഷൻ അതിന്റെ കാർബൺ ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കോവാലന്റ് ബോണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 4 ഡിവിഷൻ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് മോണോസാക്രൈഡ് ആണ്. അത് ഇന്നട്ട് ഡൈസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്, ഇങ്ങനെയാണ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ യൂണിറ്റ് ആണ് മോണോസാക്രൈഡ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇനി വിഭജിക്കാൻ കഴിയില്ല. അതായത് ഈ മോണോസാക്രൈഡിനെ നമുക്ക് ഇനി വീണ്ടും ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ സിംപ്ലർ കാർബോഹൈഡ്രേറ്റ് എന്നാണ് വിളിക്കുന്നത്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡിന്റെ ഒരു ഉദാഹരണമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. പോളിഹൈഡ്രോക്സി കീറ്റോണിന്റെ ഒരു ഉദാഹരണമാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരിക്കലും ഇനി വീണ്ടും വിഭജിക്കാൻ പറ്റില്ല, അതായത് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ മോണോസാക്രൈഡിന്റെ അണ്ടറിൽ വരുന്ന വേറെ സബ് ഡിവിഷൻ ആണ് ട്രയോസ്, ടെട്രോസ്, പെൻറ്റോസ്, ഹെക്സോസ്, ഹെപ്റ്റോസ്, അങ്ങനെയൊക്കെ ഉള്ളത്. അതായത് കാർബൺ ആറ്റത്തിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ മോണോസാക്രൈഡിനെ, അതാണ്
ട്രയോസ്. ട്രയോസ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റം, ടെട്രോസ് 4 കാർബൺ ആറ്റം, പെൻഡോസ് 5 കാർബൺ ആറ്റം, ഹെക്സോസ് 6 കാർബൺ ആറ്റം, ഹെപ്റ്റോസ് 7 കാർബൺ ആറ്റം. അതേപോലെയാണ് പോകുന്നത്. ഇതില് പെൻഡോസും ഹെക്സോസും ആണ് ഏറ്റവും സിമ്പിൾ ഷുഗർ. നമ്മുടെ ഫുഡിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും സിമ്പിൾ ഷുഗർ എന്ന് പറയുന്നത് പെൻഡോസും ഹെക്സോസും ആണ്. പെൻഡോസിന്റെ എക്സാമ്പിൾ ആണ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് മീൻസ് ഫ്രൂട്ട് ഷുഗർ. ഹെക്സോസിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്. അതേപോലെ തന്നെ അടുത്ത ഡിവിഷൻ വരുന്നത് ഡൈസാക്രൈഡ് ആണ്. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾസ് ഓഫ് മോണോസാക്രൈഡ് കൂടി ചേരുമ്പോഴാണ് ഡൈസാക്രൈഡ് ഫോം ചെയ്യുന്നത്. ഈ ഡൈസാക്രൈഡിന്റെ എക്സാമ്പിൾ ആണ് മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ് എന്നൊക്കെ ഉള്ളത്. ഇതിനെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ പറ്റും, അതായത് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റും. ഈ ഹൈഡ്രോലിസിസ് സംഭവിക്കുമ്പോൾ എല്ലാ ഡൈസാക്രൈഡും 2 യൂണിറ്റ് ആയിട്ട് മാറുന്നു, 2 മോണോസാക്രൈഡ് ആയിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ മാൾട്ടോസ് എന്ന് പറയുന്നത് 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് തമ്മിൽ ബോണ്ട് ചെയ്തിട്ട് ഫോം ചെയ്തതാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. അതായത് മാൾട്ടോസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അടുത്തത് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഷുഗർ ആണ്. ഈ ലാക്ടോസ് ഫോം ചെയ്തിരിക്കുന്നത് ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിലുള്ള ബോണ്ട് വെച്ചിട്ടാണ് ലാക്ടോസ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ലാക്ടോസിന്റെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അത് ഗാലക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ അടുത്തതാണ് സുക്രോസ്. സുക്രോസ് ആണ് നമ്മൾ കഴിക്കുന്ന പഞ്ചസാര. ഈ പഞ്ചസാര അഥവാ സുക്രോസ് എന്ന് പറയുന്നത് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസും 1 മോളിക്യൂൾ ഓഫ് ഫ്രക്ടോസും ചേർന്നിട്ട് ഫോം ആയതാണ് ഈ സുക്രോസ് എന്ന് പറയുന്നത്. ഈ സുക്രോസ് മെയിൻലി കാണുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ഫ്രൂട്ട് ജ്യൂസ്, ഷുഗർ കെയിൻ, ഷുഗർ ബീറ്റ്, അതിലൊക്കെയാണ് സുക്രോസ് കാണുന്നത്. അടുത്തത് ഈ കാർബോഹൈഡ്രേറ്റിന്റെ അണ്ടറിലുള്ള അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ഒലിഗോസാക്രൈഡ് ആണ്. ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാല് 2 മുതൽ 10 വരെയുള്ള മോണോസാക്രൈഡ് യൂണിറ്റ് തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ട് വെച്ചിട്ടാണ് ഒലിഗോസാക്രൈഡ് ഫോം ചെയ്യുന്നത്. ആ ഒലിഗോസാക്രൈഡിലെ 2 മുതൽ 10 വരെയുള്ള എല്ലാ മോണോസാക്രൈഡ് യൂണിറ്റ്സും കോവാലന്റ്ലി ബോണ്ടഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ റാഫിനോസ് ഉണ്ട്, സ്റ്റാച്ചിയോസ് ഉണ്ട്. അതൊക്കെ മെയിൻലി കാണുന്നത് പയർവർഗ്ഗങ്ങളിലാണ്, അതായത് ഡ്രൈഡ് ബീൻസ്, പീസ്, ലെന്റിൽസ്, അതിലൊക്കെയാണ് ഈ ഒലിഗോസാക്രൈഡ് മെയിൻ ആയിട്ട് കാണുന്നത്. അടുത്തത് വരുന്നത് പോളിസാക്രൈഡ് ആണ്. പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ പോളിമർ കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റ് കോവാലന്റ്ലി ബോണ്ട് ചെയ്യുമ്പോഴാണ് പോളിസാക്രൈഡ് ഫോം ചെയ്യുന്നത്. പോളിസാക്രൈഡിന് എക്സാമ്പിൾ ആണ് ഗ്ലൈക്കജൻ. ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതാണ് ഗ്ലൂക്കോസിന്റെ സ്റ്റോറേജ് ഫോം. നമ്മുടെ ലിവറിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കജന്റെ ഫോമിലാണ്. അതെന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ്. അതൊക്കെ പോളിസാക്രൈഡ് ആണ്. അതായത് അതിൽ ധാരാളം മോണോസാക്രൈഡ് യൂണിറ്റ്സ് കാണും. അടുത്ത മാക്രോന്യൂട്രിയന്റ് ആയിട്ട് പറയുന്നത് ലിപ്പിഡ്സിനെയാണ്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ബയോളജിക്കലി ഒറിജിൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ അത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. പിന്നെ അത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, നോൺ പോളാർ സോൾവെന്റിൽ സൊല്യൂബിളും ആണ്. നോൺ പോളാർ സോൾവെന്റ് എന്ന് വെച്ചാൽ ഈതർ ക്ലോറോഫോം, ബെൻസിൻ, അതിലൊക്കെ ലിപ്പിഡ് സൊല്യൂബിൾ ആവും. ഇതൊരു ഹെറ്ററോജീനസ് ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഇത് നമ്മുടെ സെൽസിലൊക്കെ കാണുന്ന ബയോളജിക്കലി ഒറിജിൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. മെയിൻ ലിപ്പിഡ്സ് ആയിട്ട് വരുന്നത് ഫാറ്റ്സ്, ഓയിൽസ്, സ്റ്റിറോയിഡ്സ്, വാക്സസ്, ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ്, അതേപോലത്തെ കോമ്പൗണ്ട്സ് ഒക്കെയാണ് ലിപ്പിഡ്സിന്റെ അണ്ടറിൽ വരുന്നത്. ലിപ്പിഡ്സിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് സിമ്പിൾ ലിപ്പിഡ്സ്. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അത് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ് വിത്ത് വേരിയസ് ആൽക്കഹോൾസ്. ആൽക്കഹോൾ കോമ്പൗണ്ട് ഉള്ള ഫാറ്റി ആസിഡ്സിന്റെ എസ്റ്റേഴ്സ് ആണ് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ. ലിപ്പിഡ്സിനെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഫാറ്റ്സും വാക്സസും. ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡിന്റെ കൂടെ ഗ്ലിസറോൾ അതടങ്ങിയിട്ടുള്ള അതിന്റെ എസ്റ്ററിനെയാണ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ട്രൈഗ്ലിസറൈഡ് എന്ന് വിളിക്കാം, അതേപോലെ തന്നെ ന്യൂട്രൽ ഫാറ്റ് എന്ന് വിളിക്കാം. ഈ ഫാറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും. ഈ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടുള്ള ഫാറ്റിനെയാണ് നമ്മൾ ഓയിൽ എന്ന് വിളിക്കുന്നത്. മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ഇതൊക്കെയാണ് നാച്ചുറൽ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഇനി വാക്സസ് എന്ന് പറഞ്ഞാല് ഫാറ്റി ആസിഡ് എസ്റ്റേഴ്സ് ഓഫ് ആൽക്കഹോൾ. അതായത് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു
എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ ആണ്. അപ്പോൾ വാക്സസ് എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡ്സ് എസ്റ്റേഴ്സ് ഓഫ് ആൽക്കഹോൾ അതർ ദാൻ ഗ്ലിസറോൾ. ഗ്ലിസറോൾ അല്ലാത്ത ആൽക്കഹോളിന്റെ ഫാറ്റി ആസിഡ് എസ്റ്റേഴ്സ് ആണ് വാക്സസ് എന്ന് പറയുന്നത്. ഇത്രയാണ് സിമ്പിൾ ലിപ്പിഡിന്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് കോമ്പൗണ്ട് ലിപ്പിഡ്. കോമ്പൗണ്ട് ലിപ്പിഡ് എന്ന് പറയുമ്പോൾ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് തന്നെയാണ്. അതിന്റെ കൂടെ ഈ ആൽക്കഹോളിന്റെ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് ഓഫ് ആൽക്കഹോൾ ആണ്, പക്ഷെ അതിന്റെ കൂടെ അഡീഷൻ ആയിട്ട് വേറൊരു ഫാറ്റി ആസിഡും കൂടെ കാണും, അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പും കൂടെ കാണും. അതിനെയാണ് കോമ്പൗണ്ട് ലിപ്പിഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫോസ്ഫോലിപ്പിഡ്, അതൊരു കോമ്പൗണ്ട് ലിപ്പിഡ് ആണ്. ഈ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാല് ലിപ്പിഡ് കണ്ടെയ്നിങ് ഫാറ്റി ആസിഡ്, പിന്നെ ഒരു ആൽക്കഹോൾ ഉണ്ട്, പിന്നെ ഫോസ്ഫോറിക് ആസിഡ് റെസിഡ്യൂ. അതായത് ഫാറ്റി ആസിഡ് ഉണ്ടാവും, ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഫോസ്ഫോറിക് ആസിഡ് റെസിഡ്യൂവും ഉണ്ടാവും. അതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സും പിന്നെ സ്പിഞ്ച് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സും. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഡിവിഷൻ ഏതാന്ന് വെച്ചാല് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാല് ഇതില് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും, ഗ്ലിസറോള്, സ്റ്റിറോള്, ആൽക്കഹോൾ ഇത്ര ഉണ്ടാവും. അതാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സിന്റെ ഇതിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫാറ്റി ആൽഡിഹൈഡ്, കീറ്റോൺ ബോഡീസ്, ഹൈഡ്രോ കാർബൺസ്, ലിപ്പിഡ് സൊല്യൂബിൾ വൈറ്റമിൻസ്, ഹോർമോൺസ്, ഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോൾ, ഇതൊക്കെ ഏതിന്റെ അണ്ടറിലാണ്? ഡിറൈവ്ഡ് ലിപ്പിഡ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് ഫങ്ഷൻ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്. അതായത് ഓവർ ആയിട്ടുള്ള കോൾഡ്, തണുത്ത ടെമ്പറേച്ചറിൽ നിന്നും ബോഡിക്ക് വേണ്ട ഒരു ഹീറ്റ് കൊടുക്കുക. അതാണ് ലിപ്പിഡിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള വൈറ്റൽ ഓർഗൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, ടിഷ്യൂസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. അതാണ് ഒരു തെർമൽ ഇൻസുലേറ്റർ പോലെ പ്രവർത്തിക്കുക. അതാണ് ലിപ്പിഡിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നെർവസ് ടിഷ്യൂസിലൊക്കെ ഫാറ്റിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വളരെ ഹൈ ആയിരിക്കും. അതേപോലെ ഫാറ്റ് നമുക്ക് നമ്മുടെ സെല്ലുലാർ കോൺസ്റ്റിറ്റ്യൂവന്റ്, അതായത് സെൽ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം മുതലായവയിലൊക്കെ ഫാറ്റിന്റെയും പ്രോട്ടീന്റെയും, അതായത് ഫാറ്റും പ്രോട്ടീനും കൂടെ പറയുന്നതാണ് ലിപ്പോ പ്രോട്ടീൻ. അതിന്റെ കണ്ടന്റ് കാണാൻ സാധിക്കും. എവിടെയൊക്കെ? സെൽ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം ഇവയിലൊക്കെ നമ്മുടെ ഫാറ്റിന്റെ കണ്ടന്റ്, ലിപ്പിഡിന്റെ കണ്ടന്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷന്, ബ്ലഡ് കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയൊക്കെ ഈ ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റ് സഹായിക്കുന്നുണ്ട്. ഇനി ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1 ഗ്രാമിൽ നിന്ന് 9 കിലോ കലോറി കിട്ടും. അതായത് 1 ഗ്രാം ഓഫ് ഫാറ്റ് നമുക്ക് 9 കിലോ കലോറി ഓഫ് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫാറ്റ് എന്ന് പറയുമ്പോൾ 1 മോളിക്യൂൾ ഓഫ് ഗ്ലിസറോളും 3 മോളിക്യൂൾസ് ഓഫ് ഫാറ്റി ആസിഡ്സും കൂടെ ചേരുമ്പോഴാണ് ഫാറ്റ് ഫോം ചെയ്യുന്നത്. എന്താണ്? 1 മോളിക്യൂൾ ഓഫ് ഗ്ലിസറോൾ പ്ലസ് 3 മോളിക്യൂൾസ് ഓഫ് ഫാറ്റി ആസിഡ്സ്. അതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റിന് നമുക്ക് പല രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ബേസ്ഡ് ഓൺ ഒറിജിൻ എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആയിട്ടും നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആയിട്ടും തരംതിരിക്കാൻ പറ്റും. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാല് നമുക്കത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ വേണം ബോഡിക്ക് കിട്ടാനായിട്ട്. ബോഡിക്ക് അത് ഒരിക്കലും സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഫാറ്റി ആസിഡ്സിനെ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫുഡിൽ നിന്ന് മാത്രമേ ഡിറൈവ് ചെയ്യാൻ പറ്റൂ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ലിനോലിക് ആസിഡ് ആണ്. ലിനോലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ omega-6 ഫാറ്റി ആസിഡ് ആണ്. അതാണ് ബോഡിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഈ ലിനോലിക് ഫാറ്റി ആസിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ലിനോലെനിക്കും അരാക്കിഡോണിക്കും. ഈ ലിനോലെനിക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന മെയിൻ സോഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ സോയാബീൻസും ലീഫി ഗ്രീൻസും ആണ് ലിനോലെനിക്കിന്റെ മെയിൻ സോഴ്സ്. അതൊരു omega-3 ഫാറ്റി ആസിഡ് ആണ്. അതേപോലെ ലിനോലിക്കിന്റെ സോഴ്സ് എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലും ഗ്രൗണ്ട്നട്ട് ഓയിലും ആണ്. അതൊരു omega-6 ഫാറ്റി ആസിഡ് ആണ്. അടുത്തത് അരാക്കോഡോണിക് ആണ്. അരാക്കോഡോണിക്കിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മീറ്റ്, എഗ്, മിൽക്ക്, അതൊക്കെയാണ് അരാക്കോഡോണിക്കിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അതൊരു omega-6 ഫാറ്റി ആസിഡ് ആണ്. അതേപോലെ തന്നെ വേറെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഏതൊക്കെയാന്ന് വെച്ചാൽ EPA, എക്കോസ പെന്റനോയിക് ആസിഡ്, അതൊരു omega-3 ഫാറ്റി ആസിഡ് ആണ്. അടുത്തത് DHA, അതായത് ഡെക്കോസ ഹെക്സനോയിക് ആസിഡ്, അതും ഒരു omega-3 ഫാറ്റി ആസിഡ് ആണ്.
അടുത്തത് നമുക്ക് ബേസ്ഡ് ഓൺ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും. ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് അധികം ആവശ്യമില്ല, കാരണം അത് നമുക്ക് ദോഷം വരുത്തുന്ന ടൈപ്പ് ഫാറ്റി ആസിഡ്സ് ആണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അതായത് ആ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ബോഡിക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുക. അതെ, നമുക്ക് പല പല അസുഖങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. എപ്പോഴും നല്ലത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ലോറിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ്. അതൊക്കെ ഏതാണ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാല് ആനിമൽ ഫാറ്റ്സ് ഉണ്ട്, കോക്കനട്ട് ഓയിൽ ഉണ്ട്, പാം ഓയിൽ ഉണ്ട്. അതൊക്കെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിൽ ഒരു ബോണ്ടേ ഉണ്ടാവുള്ളൂ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കും. അതാണ് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാല്. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൽ പ്യൂഫ ഉണ്ട്, മ്യൂഫ ഉണ്ട്. പ്യൂഫ എന്ന് പറഞ്ഞാൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, മ്യൂഫ എന്ന് പറഞ്ഞാല് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അത്രയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ അണ്ടറിൽ വരുന്നത്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാല് ഒരു ഡബിൾ ബോണ്ട് അല്ല, രണ്ടോ അതിൽ കൂടുതലോ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, അതായത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണുള്ളത്, അത് രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. അതേപോലെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാല് അതിന്റെ സ്ട്രക്ചറിൽ ഒരു ഡബിൾ ബോണ്ട്, ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാവുള്ളൂ. അതിനെയാണ് മ്യൂഫ അഥവാ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാല് വെജിറ്റബിൾ ഓയിൽസ് ഉണ്ട്, ഫിഷ് ഓയിൽസ് ഉണ്ട്. അതൊക്കെയാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയ മ്യൂഫയുടെയും പ്യൂഫയുടെയും സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ് ഫാറ്റി ആസിഡ്സ് അത്ര നല്ലതല്ല ബോഡിക്ക്. ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നോർമൽ സിസ് ഫാറ്റി ആസിഡിന്റെ ഐസോമർ ആണ് ട്രാൻസ് ഫാറ്റി ആസിഡ്. അതായത് സിസ് ഫാറ്റി ആസിഡിന്റെ ഐസോമർ ആണ് ട്രാൻസ് ഫാറ്റി ആസിഡ്. ഇത് എപ്പോഴാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് പ്യൂഫ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് ഹൈഡ്രോജനേഷൻ നടക്കുമ്പോഴാണ് ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് ഫോം ചെയ്യുന്നത്. അതായത് ഈ വെജിറ്റബിൾ ഷോർട്ടനിങ്ങിന്റെയും മാർജാരിൻ പ്രൊഡക്ഷന്റെ ഒക്കെ സമയത്ത് ഈ അതിലുള്ള പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് ഹൈഡ്രോജനേഷൻ നടക്കുന്നു. അപ്പോഴാണ് ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് ഫോം ചെയ്യുന്നത്. അടുത്തത് റിഫൈൻഡ് ഓയിൽ. റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഓയിൽസ് ആണ് റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത്. അതും അത്ര നല്ലതല്ല ബോഡിക്ക് റിഫൈൻഡ് ഓയിൽ. റിഫൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂഷ്വലി സ്റ്റീം ഓർ ആൽക്കലി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ റിഫൈനിങ് അല്ലെങ്കിൽ ഡീഓഡറൈസേഷൻ എന്ന് പറയുന്നത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് റോ ഓയിൽസിലാണ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാല് മെയിൻലി റാൻസിഡ് മെറ്റീരിയൽസിന്റെ ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ ഒക്കെ റിമൂവലിന് വേണ്ടിയിട്ടാണ് ഈ റിഫൈനിങ് അല്ലെങ്കിൽ ഡീഓഡറൈസേഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. പക്ഷെ ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ അതിന് എന്താ പറയാ, അതിന്റെ കുറെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ദോഷമായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റിഫൈൻഡ് ഓയിൽസിന്റെയും ട്രാൻസ് ഫാറ്റി ആസിഡ്സിന്റെ ഒക്കെ ഓവർ യൂസേജ് നമ്മുടെ ബോഡിക്ക് ദോഷേ ചെയ്യുള്ളൂ. അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫാറ്റ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫാറ്റ് എന്ന് പറയുമ്പോൾ 4 കാര്യം ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഹൈഡ്രോജനേഷൻ, പിന്നെ എമൾസിഫിക്കേഷൻ, പിന്നെ സാപ്പോണിഫിക്കേഷൻ, പിന്നെ റാൻസിഡിറ്റി. ഈ ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഈ നിക്കൽ പോലുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അതായത് ലിക്വിഡ് ഫാറ്റ്സിനെ നമ്മൾ സോളിഡ് ഫാറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് ആയിട്ട് മെയിൻലി അവിടെ യൂസ് ചെയ്യുന്നത് നിക്കലാണ്. അടുത്തത് എമൾസിഫിക്കേഷൻ. എമൾസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതായത് എന്താ പറയാ, രണ്ട് ഇമ്മിക്സിബിൾ ആയിട്ടുള്ള ലിക്വിഡിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രോസസ്സാണ് എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സാപ്പോണിഫിക്കേഷൻ. സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഈ ഫാറ്റി ആസിഡ്സ് ഏതെങ്കിലും ഒരു കാറ്റയോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സോപ്പായിട്ട് മാറുന്നു. അതായത് ഒന്നും കൂടെ പറയാം, ഫാറ്റി ആസിഡ്സ് ഏതെങ്കിലും ഒരു കാറ്റയോണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിനെ സോപ്പാക്കി മാറ്റുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ. അടുത്തത് റാൻസിഡിറ്റി. ഈ റാൻസിഡിറ്റി എന്ന് പറയുന്നത്
ഈ ഓയിൽസ് ആൻഡ് ഫാറ്റ്സിലൊക്കെ വരുന്ന മാറ്റമാണ്. അതായത് എക്സസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ഓക്സിജനും, അതായത് റൂം ടെമ്പറേച്ചറിൽ എക്സസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ആ ഓയിലിന്റെ ഫാറ്റിന്റെ ഒക്കെ കളറും ഫ്ലേവറും ഓർഡറും ഒക്കെ മാറി തുടങ്ങും. അതിനെയാണ് നമ്മൾ റാൻസിഡായി അല്ലെങ്കിൽ റാൻസിഡിറ്റി സംഭവിച്ചു എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫാറ്റ് എന്ന് പറഞ്ഞാല് 4 ഉണ്ട്. അതിലൊന്നാണ് ഹൈഡ്രോജനേഷൻ. അത് നിക്കൽ പോലുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അതായത് ലിക്വിഡ് ഫാറ്റിനെ സോളിഡ് ഫാറ്റ് ആക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന ട്രീറ്റ്മെന്റ്, നിക്കൽ പോലുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നടത്തുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എമൾസിഫിക്കേഷൻ. എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 ഇമ്മിക്സിബിൾ ലിക്വിഡ്, അതായത് ഒരിക്കലും ഇങ്ങനെ ചേരാത്ത ഡിസോൾവ് ആവാത്ത ലിക്വിഡിനെ ഡിസോൾവ് ആക്കാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സിനെയാണ് എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സാപ്പോണിഫിക്കേഷൻ. സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് സോപ്പിന്റെ ഫോർമേഷൻ ആണ്. അതായത് ഒരു ഫാറ്റി ആസിഡ് ഏതെങ്കിലും ഒരു കാറ്റയോണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ സോപ്പ് ഫോം ചെയ്യുന്നു. അതിനെയാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് റാൻസിഡിറ്റി എന്ന് പറഞ്ഞാല് അതായത് ഓയിൽസ് ആൻഡ് ഫാറ്റിനൊക്കെ കേട് സംഭവിക്കാം, അതായത് അതൊക്കെ നാശമായി പോവാ. അതിനാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാല് ഈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ടുള്ള ഓവർ എക്സ്പോഷർ, അല്ലെങ്കിൽ ആ റൂം ടെമ്പറേച്ചറിൽ നടക്കുന്ന ഓവർ എക്സ്പോഷർ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ് ഈ റാൻസിഡിറ്റി സംഭവിക്കുന്നത്. റാൻസിഡിറ്റി മൂലം ആ ഓയിലിന്റെ ഫാറ്റിന്റെ ഒക്കെ ഓർഡറിലും ഫ്ലേവറിലും അതേപോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ ചേഞ്ചസ് സംഭവിക്കുന്നു. അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവുന്നു. അടുത്തത് പാരാമീറ്റേഴ്സ് ഇൻ ക്യാരക്ടറൈസിങ് ദ ക്വാളിറ്റി ഓഫ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് ആണ്. മെയിൻ ആയിട്ട് വരുന്നത് മെയിൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, ഐഡിൻ വാല്യൂ, RM വാല്യൂ, പൊളൻസ്കെ നമ്പർ ആൻഡ് അസറ്റൈൽ നമ്പർ ആണ്. ഈ 6 എണ്ണമാണ് ഈ ഓയിലിന്റെ ഫാറ്റിന്റെ ഒക്കെ ക്വാളിറ്റി നിശ്ചയിക്കാനുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ആസിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് milligrams ഓഫ് KOH required to neutralize 1 gram ഓഫ് ഓയിൽ ഓർ ഫാറ്റ്. അതായത് 1 gram ഓഫ് ഓയിലിനെയോ അല്ലെങ്കിൽ ഫാറ്റിനെയോ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എത്ര ഹൗ മെനി നമ്പർ ഓഫ് milligrams ഓഫ് KOH, എന്തുമാത്രം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണോ, നമ്പർ ഓഫ് milligrams ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണോ, അതിനെയാണ് ആസിഡ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ആസിഡ് വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്തുമാത്രം എമൗണ്ട് ഓഫ് ഫ്രീ ആസിഡ് ആ ഫാറ്റ് ഓർ ഓയിലിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നും കൂടെ പറയാം. ആസിഡ് വാല്യൂ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് milligrams ഓഫ് KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ടു ന്യൂട്രലൈസ് 1 gram ഓഫ് ഓയിൽ ഓർ ഫാറ്റ്. അതായത് നമ്പർ ഓഫ് milligrams ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് 1 gram ഫാറ്റ് ഓർ ഓയിലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് milligrams ഓഫ് KOH, അതിനെയാണ് ആസിഡ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഓയിൽ ഓർ ഫാറ്റിലുള്ള ഫ്രീ ആസിഡ് കണ്ടുപിടിക്കാൻ ഈ ആസിഡ് വാല്യൂ വെച്ചിട്ട് കഴിയും. അടുത്ത വരുന്നത് സാപ്പോണിഫിക്കേഷൻ വാല്യൂ. ഈ സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് milligrams ഓഫ് KOH required to neutralize the fatty acid resulting from complete hydrolysis of 1 gram of fat or oil. ഈ 1 gram ഫാറ്റ് ഓർ ഓയിലിന്റെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് മൂലം ലഭിക്കുന്ന ഫാറ്റി ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് milligrams ഓഫ് KOH, അതിനെയാണ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞാല് ഈ 1 gram ഓഫ് ഫാറ്റ് ഓർ ഓയിലിന്റെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ കിട്ടുന്ന ഫാറ്റി ആസിഡിന്റെ ന്യൂട്രലൈസേഷന് വേണ്ട നമ്പർ ഓഫ് milligrams ഓഫ് KOHനെയാണ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റ് ഓർ ഓയിൽ ഹയർ ആണെങ്കിൽ സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്മോളർ ആയിരിക്കും. അതായത് മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റ് ഓർ ഓയിലിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സാപ്പോണിഫിക്കേഷൻ വാല്യൂ. ഇപ്പൊ ലോ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റ് ഓർ ഓയിൽ ലോവർ ആണെങ്കിൽ, അതായത് മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റ് ഓർ ഓയിൽ ലോവർ ആണെങ്കിൽ സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. അടുത്തത് ഐഡിൻ വാല്യൂ. ഐഡിൻ വാല്യൂ എന്ന് പറഞ്ഞാല്
number of grams of iodine taken up by 100 grams of fat or oil. 100 grams of fat or oil എടുത്തിരിക്കുന്ന നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് അയഡിനെ ആണ് അയഡിൻ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ ഓൺ ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. നമുക്ക് ഈ അയഡിൻ വാല്യൂ വെച്ചിട്ട് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 100 grams ഓഫ് ഫാറ്റ് ഓർ ഓയിലിന് വേണ്ട നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് അയഡിൻ, അതാണ് അയഡിൻ വാല്യൂ. അത് വെച്ചിട്ട് നമുക്ക് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് RM വാല്യൂ. RM വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മില്ലി ലിറ്റേഴ്സ് ഓഫ് 0.1 NaOH സൊല്യൂഷൻ required to neutralize the volatile soluble acid obtained by the hydrolysis of 5 gram of fat. അതായത് 5 gram of ഫാറ്റിന്റെ ഹൈഡ്രോളിസിസ് വഴി കിട്ടുന്ന വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂബിൾ ആസിഡിന്റെ ന്യൂട്രലൈസേഷന് റിക്വയർ ആയിട്ടുള്ള നമ്പർ ഓഫ് മില്ലിലിറ്റേഴ്സ് ഓഫ് 0.1 നോർമാലിറ്റി ഓഫ് KOH. ആ വാല്യൂ ആണ് RM വാല്യൂ. അതായത് ഒന്നും കൂടെ പറയാം, 5 gram ഫാറ്റിന്റെ ഹൈഡ്രോളിസിസ് വഴി കിട്ടുന്ന വോളറ്റൈൽ സൊല്യൂബിൾ ആസിഡ്സിന്റെ ന്യൂട്രലൈസേഷന് വേണ്ട നമ്പർ ഓഫ് മില്ലിലിറ്റേഴ്സ് ഓഫ് 0.1 നോർമാലിറ്റി ഓഫ് KOH, അതാണ് RM വാല്യൂ എന്ന് പറയുന്നത്. ഈ RM വാല്യൂ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് പ്യൂരിറ്റി ഓഫ് ബട്ടർ ഓർ ഗീ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RM വാല്യൂ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ പറയാ, ഗീ അഡൾട്രേറ്റഡ് ആണെങ്കിൽ ഈ RM വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. പ്യൂർ ഗീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഡൾട്രേറ്റഡ് ഗീക്ക് ഈ RM വാല്യൂ കുറവായിരിക്കും. അതായത് പ്യൂർ ഗീക്കായിരിക്കും, പ്യൂർ ആയിട്ടുള്ള ഓയിൽ ബട്ടറിനോ ഗീക്കോ ആയിരിക്കും RM വാല്യൂ കൂടുതൽ. അടുത്തത് പൊളൻസ്കി നമ്പർ. പൊളൻസ്കി നമ്പർ എന്ന് പറയുമ്പോൾ number of milliliters of 0.1 normality of KOH required to neutralize the insoluble fatty acid obtained from 5 gram fat. ഈ RM വാല്യൂല് വോളാറ്റൈൽ സോല്യൂബിൾ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടതായിരുന്നു. പക്ഷെ ഈ പൊളൻസ്കി നമ്പർ എന്ന് പറയുമ്പോൾ ഇൻസൊല്യൂബിൾ ഫാറ്റി ആസിഡ് മാർക്ക് എഴുതി. ഇൻസൊല്യൂബിൾ ഫാറ്റി ആസിഡ് അതായത് 5 gram ഓഫ് ഫാറ്റിനെ ന്യൂട്രലൈസ് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഇൻസൊല്യൂബിൾ ഫാറ്റി ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് മില്ലിലിറ്റേഴ്സ് ഓഫ് 0.1 NaOH അതിനെയാണ് പൊളൻസ്കി നമ്പർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, 5 gram ഓഫ് ഫാറ്റിന്റെ ഹൈഡ്രോളിസിസ് വഴി കിട്ടുന്ന ഇൻസൊല്യൂബിൾ ഫാറ്റി ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് മില്ലിലിറ്റേഴ്സ് ഓഫ് 0.1 NaOH ആണ് പൊളൻസ്കി നമ്പർ എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് ആയിട്ട് വരുന്നത് അസറ്റൈൽ നമ്പർ ആണ്. ഈ അസറ്റൈൽ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മില്ലിലിറ്റേഴ്സ് ഓഫ് 0.1 NaOH required to neutralize the acetic acid obtained by the saponification of 1 gram of fat after it has been acetylated. ഈ 1 gram ഓഫ് ഫാറ്റിന്റെ സപ്പോണിഫിക്കേഷൻ, അതായത് അസറ്റൈലേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന അസറ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് മില്ലിലിറ്റേഴ്സ് ഓഫ് 0.1 നോർമാലിറ്റി ഓഫ് KOHനെയാണ് അസറ്റൈൽ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ പറയാം, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മില്ലിലിറ്റേഴ്സ് ഓഫ് 0.1 നോർമാലിറ്റി ഓഫ് KOH റിക്വയർഡ് ടു ന്യൂട്രലൈസ് അസറ്റിക് ആസിഡ്. അതായത് അസറ്റിക് ആസിഡിനെ ന്യൂട്രലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് മില്ലിലിറ്റേഴ്സ് ഓഫ് 0.1 NaOH. അതായത് ഈ അസറ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത് ഈ സാപ്പോണിഫിക്കേഷൻ ഓഫ് 1 gram ഓഫ് ഫാറ്റ്. അത് കഴിയുമ്പോഴാണ് അസറ്റൈൽ നമ്പർ അസറ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അസറ്റൈൽ നമ്പറുള്ള ഓയിൽ ഏതാന്ന് വെച്ചാൽ കാസ്റ്റർ ഓയിലാണ്. അതിന് 146 ആണ് അസറ്റൈൽ നമ്പർ എന്ന് പറയുന്നത്.
ഓർത്തേക്ക, കാസ്റ്റർ ഓയിലിനാണ് ഹയസ്റ്റ് അസറ്റൈൽ നമ്പർ 146 ബിക്കോസ് ഓഫ് ദ ഹൈ കണ്ടന്റ് ഓഫ് ഹൈഡ്രോക്സി റിസോനെലിക് ആസിഡ്. ഹൈ കണ്ടന്റ് ഓഫ് ഹൈഡ്രോക്സി റിസോനെലിക് ആസിഡിന്റെ പ്രസൻസ് കാരണം കാസ്റ്റർ ഓയിലിനാണ് ഏറ്റവും കൂടുതൽ അസറ്റൈൽ നമ്പർ ഉള്ളത്, 146. അപ്പോ ഒന്നും കൂടെ ഫൈനലൈസ് ചെയ്ത് പറയാം. ഈ ക്വാളിറ്റി ഓഫ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ആസിഡ് വാല്യൂ, സപ്പോണിഫിക്കേഷൻ വാല്യൂ, ഐഡിൻ വാല്യൂ, RM വാല്യൂ ആൻഡ് പോളൻസ്കി നമ്പർ ആൻഡ് അസറ്റൈൽ നമ്പർ. അടുത്തത് മൈക്രോന്യൂട്രിയന്റിൽ വരുന്നത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാല് 4 കിലോ കലോറി ഓഫ് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 1 per gram, അതായത് 1 gram ഓഫ് പ്രോട്ടീൻ 4 കിലോ കലോറി ഓഫ് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻസിൽ 60% ഓഫ് നൈട്രജൻ ആവും ഉണ്ടാവാം. നമ്മുടെ ഒരു ആവറേജ് എല്ലാ ആൾക്കാരുടെയും 20% ഓഫ് ബോഡി വെയിറ്റും പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാവുക. ഈ വെജിറ്റബിൾ പ്രോട്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആനിമൽ പ്രോട്ടീനാണ് ബയോളജിക്കൽ വാല്യൂ ഒക്കെ കൂടുതൽ. ആനിമൽ പ്രോട്ടീൻ ആണ് സുപ്പീരിയർ ആയിട്ടുള്ളത്. ആനിമൽ പ്രോട്ടീൻ ഈസ് സുപ്പീരിയർ ടു വെജിറ്റബിൾ പ്രോട്ടീൻ. അതായത് വെജിറ്റബിൾ പ്രോട്ടീനേക്കാളും നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനൊക്കെ പറ്റുന്നത് ആനിമൽ പ്രോട്ടീൻ ആണ്. നമുക്ക് പ്രോട്ടീൻസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിക്ക് ഒരിക്കലും സിന്തസിസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ വേണം ഈ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് കിട്ടാൻ. അതുകൊണ്ടാണ് ഫുഡിലൂടെ കിട്ടേണ്ടത് കൊണ്ടാണ് അതിനെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നതാണ് ഈ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് സ്മോളർ യൂണിറ്റ്സ് കോൾഡ് അമിനോ ആസിഡ്സ്. ഒരു പ്രോട്ടീൻ ബയോളജിക്കലി കംപ്ലീറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും, അതായത് ഹ്യൂമൻ നീഡ്സിന് ആവശ്യമായിട്ടുള്ള അതിന്റെ RDA അനുസരിച്ച് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ടെങ്കിലാണ് ആ ഒരു പ്രോട്ടീനെ നമ്മൾ ബയോളജിക്കലി കംപ്ലീറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കാണുന്നത് പൾസസിലാണ്. സീരിയൽസിൽ ഉണ്ട് എങ്കിലും സീരിയൽസിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഈ സീരിയൽസിൽ മെയിൻലി ലൈസിൻ, ത്രിയോണിൻ തുടങ്ങിയ അമിനോ ആസിഡ്സ് ഡെഫിഷ്യന്റ് ആയിരിക്കും. ഇതേപോലെ ചില അമിനോ ആസിഡ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെയാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സീരിയൽസിൽ ഓർത്തേക്ക, സീരിയൽസ് ആർ ഡെഫിഷ്യന്റ് ഇൻ ലൈസിൻ ആൻഡ് ത്രിയോണിൻ. ത്രിയോണിനിലും ലൈസിനിലും സീരിയൽസ് പൊതുവെ ഡെഫിഷ്യന്റ് ആണ്, അതിൽ കാണാറില്ല അങ്ങനെ. അതേപോലെ തന്നെ പക്ഷെ സീരിയൽസ് മെഥിയോണിനിൽ റിച്ച് ആണ്. മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിൽ സീരിയൽസ് റിച്ച് ആണ്. പക്ഷെ സീരിയൽസിൽ ലൈസിനും ത്രിയോണിനും ഡെഫിഷ്യന്റ് ആണ്. അതേപോലെ തന്നെ പൾസസ് ഡെഫിഷ്യന്റ് ഇൻ മെഥിയോണിൻ ആണ്, ബട്ട് റിച്ച് ഇൻ ലൈസിൻ ആണ്. പൾസസിൽ മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ അളവ് കുറവാണ്, പക്ഷെ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സീരിയൽസും പൾസസും ഒക്കെ കമ്പൈൻ ചെയ്ത് കഴിക്കാൻ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയാ, ചോറ് എന്ന് പറയുമ്പോൾ റൈസ്, അത് കാർബോഹൈഡ്രേറ്റ്, അത് സീരിയൽ ആണ്. റൈസ് എന്ന് പറയുമ്പോൾ സീരിയൽസ് ആണ്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. സീരിയൽസ് ആയതുകൊണ്ട് തന്നെ അതിൽ മെഥിയോണിൻ കൂടുതലായിരിക്കും, ലൈസിൻ കുറവായിരിക്കും. ഈ ചോറിന്റെ കൂടെ നമ്മളിപ്പോ പയറുവർഗ്ഗങ്ങളായിട്ടുള്ള എന്തെങ്കിലും പയറുവർഗ്ഗങ്ങൾ, അത് ചെറുപയറോ വൻപയറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഈ പയറുവർഗ്ഗത്തില് മെഥിയോണിൻ അല്ലേ കുറവ്, ലൈസിൻ കൂടുതലുണ്ടാവും. അപ്പൊ നമുക്ക് അത് രണ്ടും കമ്പൈൻ ചെയ്ത് കിട്ടും. അങ്ങനെ ഒരു ബാലൻസിൽ പോവും. അതുകൊണ്ടാണ് എപ്പോഴും മാക്സിമം സീരിയൽസും പൾസസും കമ്പൈൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ മെയ്സിനും ലൈസിനും ട്രിപ്റ്റോഫാനും ഡെഫിഷ്യന്റ് ആണ് മെയ്സില്. ഇതേപോലെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, സീരിയൽസ് ആർ റിച്ച് ഇൻ മെഥിയോണിൻ ബട്ട് ഡെഫിഷ്യന്റ് ഇൻ ലൈസിൻ ആൻഡ് ത്രിയോണിൻ. Pulses are
deficient in methionine but rich in lysine. Maize are deficient in lysine and tryptophan. നമുക്ക് എസെൻഷ്യൽ ഫാറ്റി അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ കിട്ടണം, ബോഡിക്ക് അത് സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ആ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അണ്ടറിൽ വരുന്ന അമിനോ ആസിഡ്സ് ആണ് ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ, മെഥിയോണിൻ, ഫീനൈലലാനിൻ, ത്രിയോണിൻ, ഹിസ്റ്റിഡിൻ, വലൈൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഒന്നുകൂടെ പറയാം, എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ 9 അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ, മെഥിയോണിൻ, ഫീനൈലലാനിൻ, ത്രിയോണിൻ, വലൈൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഹിസ്റ്റിഡിൻ. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാല് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടേണ്ടതില്ല, നമ്മുടെ ബോഡി അത് സ്വയം ആവശ്യമാണെങ്കിൽ സിന്തസിസ് ചെയ്യും. അങ്ങനെയുള്ള അമിനോ ആസിഡ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാല്. ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അണ്ടറിൽ 11 അമിനോ ആസിഡ്സ് വരുന്നുണ്ട്. അതൊക്കെയാണ് ആർജിനിൻ, അസ്പാർജിൻ, സെറിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രൊലൈൻ, ഗ്ലൈസിൻ, അലാനിൻ, അസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റിൻ, ഗ്ലൂട്ടാമിൻ ആൻഡ് ടൈറോസിൻ. ഒന്നും കൂടെ പറയാം, 11 അമിനോ ആസിഡ് ആണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അണ്ടറിൽ വരുന്നത്. പേര് ഏതൊക്കെയാന്ന് പറയാം. ആർജിനിൻ, അസ്പാർജിൻ, സെറിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രൊലൈൻ, ഗ്ലൈസിൻ, അലാനിൻ, അസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റിൻ, ഗ്ലൂട്ടാമിൻ ആൻഡ് ടൈറോസിൻ. ഇനി ഒരു ചെറിയ ഗ്രൂപ്പ് ഡിവിഷൻ വരുന്നത് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നുള്ള പേരിലാണ്. സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഫുഡിൽ നിന്നും ബോഡിക്ക് കിട്ടും, അതേപോലെ തന്നെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാനും പറ്റും. ചില സാഹചര്യങ്ങളിൽ അത് ബോഡിക്ക് സിന്തസൈസ് ചെയ്യാനും പറ്റും. ഈ എസെൻഷ്യലിന്റെയും നോൺ എസെൻഷ്യലിന്റെയും ഇടയിലുള്ളതാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ഹിസ്റ്റിഡിനും ആർജിനിനും. മനസ്സിലായോ? ഈ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ബോഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ, ബോഡിയിൽ അതിന്റെ അളവ് കുറയാണെങ്കിൽ അത് സിന്തസൈസ് ചെയ്യാനും പറ്റും ആവശ്യമാണെങ്കിൽ. അങ്ങനെയുള്ളതാണ് ഹിസ്റ്റിഡിൻ ആൻഡ് ആർജിനിൻ എന്ന് പറയുന്നത്. അതാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ വരുന്നത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്. താങ്ക് യു.